കേവലം ഒരു വ്യക്തിയുടെ സ്വാർത്ഥതയ്ക്കായി ഒരു ആയുധമായി ജനിച്ച ഒരു കുട്ടിയിൽ നിന്ന് രക്ഷകനായ ഒരു രാജ്യത്തിന്റെ കിരീടമണിഞ്ഞ മരുഭൂമിയുടെ തന്നെ തകർക്കുവാനാവാത്ത ഇച്ഛാശക്തി എന്ന് പേർ പുകഴ്ന്ന മണൽക്കൂനകളുടെ ഒരു നിശബ്ദ രാക്ഷസൻ. തൻ്റെ ചുടുനെറ്റിയിൽ വേദനയുടെ സ്വർണ്ണ തിലകമണിഞ്ഞ ആ വേദനയെ തന്നെ ശക്തിയാക്കി മാറ്റിയ ഭൂമിയെ തന്നെ നിയന്ത്രിക്കുന്ന ഒരു ഒന്നൊന്നര കസേക്കാരി. അതെ, സ്വന്തം ഗ്രാമത്താൽ ഉപേക്ഷിക്കപ്പെട്ടിട്ടും സ്വന്തം രക്തത്താൽ ഒറ്റിക്കൊടുക്കപ്പെട്ടിട്ടും സ്വന്തം ഇഷ്ടപ്രകാരം പുനർജനിച്ച ദ ഗാർഡിയൻ ഓഫ് സാൻഡ്. ഭയം അവനെ സൃഷ്ടിച്ചു, വെറുപ്പ് അവനെ രൂപപ്പെടുത്തി, പ്രതീക്ഷ അവനെ വീണ്ടെടുത്തു. ഒടുക്കം മരുഭൂമിയുടെ ക്രോധത്തിന്റെ പിൻഗാമിയായി തന്നെ അവൻ മാറി. രാക്ഷസനിൽ നിന്ന് നേതാവിലേക്കും ഭയപ്പെടുന്നവനിൽ നിന്ന് ആരാധിക്കപ്പെടുന്നവനിലേക്കും മാറിയ ഏകാന്തതയെ ഇതിഹാസമാക്കി മാറ്റിയ ദ വൺ ആൻഡ് ഓൺലി കാസേക്കാഗെ ആയിട്ടുള്ള ഷുക്കാക്കു എന്ന വൺ ടൈൽഡ് ബീസ്റ്റിന്റെ ജിൻചുറുക്കിയായിട്ടുള്ള ഗാര ഓഫ് ദി സാൻഡ്. ഓക്കെ ഫൈൻ, ഗാര. നറൂട്ടോ വേഴ്സിൽ ഇന്ന് നമ്മൾ ഗാരയുടെ ഒരു കംപ്ലീറ്റ് ഡീപ്പസ്റ്റ് മോസ്റ്റ് ഡീറ്റെയിൽഡ് ക്യാരക്ടർ അനാലിസിസ് ആണ് നോക്കാൻ പോകുന്നത്. അവൻ്റെ ജനനം മുതൽ അവൻ ഫേസ് ചെയ്ത ട്രോമയും ട്രാൻസ്ഫോർമേഷൻസും പവേഴ്സ് ആൻഡ് എബിലിറ്റീസും സ്റ്റോറിയിൽ എന്താണ് റോൾ ഉള്ളതെന്നും എന്തൊക്കെ അല്ലെങ്കിൽ ആരോടൊക്കെയാണ് ഇവൻ്റെ റിലേഷൻഷിപ്സും സൈക്കോളജിയും ലോങ് ടേം ലെഗസിയും എല്ലാം നമ്മൾ പറയുന്നതായിരിക്കും. നറൂട്ടോ യൂണിവേഴ്സിൽ തന്നെ ആദ്യത്തെ ഒരു ബിഗ് തിങ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ്, വൺ ഓഫ് ദി ക്യാരക്ടേഴ്സിൽ ഒരാളാണ് ഈ ഗാര. കാരണം സീരീസ് തുടങ്ങിയപ്പോൾ തന്നെ നറൂട്ടോ സാസ്കയൊക്കെയാണല്ലോ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ. പിന്നെ ചുനിൻ ലെവൽ എക്സാം ആർക്ക് വന്നപ്പോഴേക്ക് ലീഡ് ആൾക്കാർ വന്നു. പിന്നെ അതിൻ്റെ ഇടയിലേക്ക് നമ്മുടെ ലീ തന്നെ പറയുന്നുണ്ട് നെജിയാണ് ഏറ്റവും നല്ല പ്രോഡിജി എന്ന്. അതുപോലെ തന്നെ കഴിഞ്ഞ രീതിയിലും ഗെനിയിലെ ഏറ്റവും രീതിയിൽ നെജിനെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇങ്ങനെ നോക്കിക്കാണുന്നത്. ഈ ഒരു ടൈമിലേക്കാണ് ഗാരയുടെ ആ ഒരു എൻട്രൻസ്. ഗാരയുടെ ആ ഒരു ആർക്ക് കംപ്ലീഷൻ്റെ ആ ഒരു ആർക്ക് കാണുമ്പോൾ നമുക്കറിയാം ഓരോ ടാസ്ക് കംപ്ലീറ്റഡ് ആയപ്പോഴേക്ക് അവിടെ ചുനീനായിട്ട് നിന്ന ആൾക്കാർ പോലെ പറയുന്നുണ്ട് ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് ഇത്രയും ചുരുങ്ങിയ ടൈമിൽ ഒരാൾ ഈ ഒരു ചുനീൻ ലെവൽ എക്സാം പാസ്സാവുന്നത്. സോ നമുക്ക് അപ്പോൾ ഉറപ്പിക്കായിരുന്നു ആ ഒരു ടൈമിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് ലെവൽ ഓഫ് ത്രെട്ട് എന്ന് പറയുന്നത് ഗാര തന്നെയായിരുന്നു. എന്നാൽ ഗാരേനെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ല സീരീസ് മുമ്പോട്ട് പോകുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്. നമ്മൾ എങ്ങനെയാണോ ഗാരയെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിനെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പോളിലെ ഉള്ള ഒരാളായിട്ട് ഗാര മാറിയിരിക്കുന്നത് വേണമെങ്കിൽ പറയാം. സോ ആ ഒരു ലൈഫ് സ്റ്റോറിയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ദ ചൈൽഡ് ബോൺ ആസ് എ വെപ്പൺ, ഗാരയുടെ ജനനകഥ. ഗാര ജനിക്കുന്നത് സുനാഗാക്കുറയിലാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം സാൻഡ് വില്ലേജിൽ. ഗാരയുടെ പേരൻസ് കറൂറയും റാസയുമാണ്. റാസ എന്ന് പറയുന്നത് 4th കസേക്കാഗെ ആയിരുന്നു. സോ ഗാര ജനിക്കുന്നതിന് മുമ്പ് തന്നെ റാസ വൺ ടൈൽഡ് ബീസ്റ്റ് ആയിട്ടുള്ള ഷുക്കാക്കുവിനെ അൺബോൺ ചൈൽഡ് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം ഗാരയിലേക്ക് സീൽ ചെയ്യുകയായിരുന്നു. എന്തിനായിരുന്നു? സുനാഗാക്കുറ അല്ലെങ്കിൽ സാൻഡ് വില്ലേജിന്റെ ഒരു അൾട്ടിമേറ്റ് വെപ്പണാക്കി മാറ്റുവാൻ. സോ ഒന്നാമത്തെ കേസ് തന്നെ ഇവനെ ഒരു ലിവിങ് എക്സ്പെരിമെന്റ് പോലെ തന്നെ ആക്കിയെടുത്തു. അതേ തുടർന്ന് കറൂറയുടെ മരണം. ഗാരയുടെ ആ ഒരു പ്രസവ സമയത്ത് തന്നെ നമ്മുടെ കറൂറ മരണപ്പെട്ടു. എന്നാൽ അവളൊരു വാക്ക് കൊടുത്തായിരുന്നു, ഗാര യു വിൽ ബി പ്രൊട്ടക്റ്റഡ് ബൈ മൈ ലവ് എന്ന്. ഈ ഒരു സാധനത്തിനെ സിംബോളിഫൈ ചെയ്തുകൊണ്ടാണ് നമ്മുടെ കറൂറയുടെ ചക്ര സാൻഡ് രീതിയിൽ ആക്ട് ചെയ്യുന്നത്. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് സാൻഡ് ഇൻസ്റ്റൻറ്റീവായിട്ട് ഗാരനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ മദറിൻ്റെ ഈ ഒരു വാക്കുകൊണ്ടാണ്. ഒരു ചക്ര ബോൺ വില്ലെന്ന് തന്നെ പറയാം. ഇനി ഇതേ തുടർന്നാണ് വില്ലേജിൻ്റെ ഫിയർ ആയിട്ട് ഗാര മാറിയത്. കാരണം എൻ്റെ വില്ലേജ് ഗാരനെ പേടിക്കുവാൻ തുടങ്ങി. എല്ലാവർക്കും അറിയാം ഒരു വെപ്പണായിട്ട് തന്നെയാണ് ഇവനെ ക്രിയേറ്റ് ചെയ്തതെന്ന്. ബട്ട് സ്റ്റിൽ ഹി വാസ് എ ജിഞ്ചുറുക്കി. അവന് വയലൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ അൺകൺട്രോളബിൾ ആൻഡ് പോസസ്ഡ് ആയിട്ടുള്ള സാൻഡ് ഡിഫൻസ് ഇവനുണ്ട്. ആരാലും ഇവനെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. അത്ര ഡെഡ്ലി വെപ്പൺ പോലെയുള്ള രീതിയിലാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഷുക്കാക്കു അവൻ്റെ മൈൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുമുണ്ട്. ഇതേ തുടർന്ന് എന്തിനേറെ പറയുന്നു, വെപ്പണായിട്ട് മാറ്റുവാൻ ഉപയോഗിക്കുന്ന അവൻ്റെ തന്നെ സ്വന്തം അച്ഛനായിട്ടുള്ള റാസ പോലും ഇവനെ 6 തവണ കൊല്ലുവാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? ഗാര അൺസ്റ്റേബിൾ ആണെന്ന് ഇവന് തന്നെ തോന്നി. അപ്പോൾ ഈച്ച് ടൈമിലും ഗാര കൺഫ്യൂസ്ഡും ബിട്രേഡ് ആൻഡ് എന്നെ പറയുന്നത് അവൻ സ്വന്തമായിട്ട് അവനെ തന്നെ വെറുക്കുകയാണ് തുടങ്ങുന്നത്. ഐസൊലേറ്റഡായി പോയി മാറി. ഈ ഒരു ടൈമിലാണ് അവൻ്റെ അങ്കിളായിട്ടുള്ള യാഷമാറു വന്ന് ഇവൻ്റെ ഏറ്റവും ബ്രോക്കൺ ആയിട്ടുള്ള ഒരു മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം അവൻ അത്രയും നാൾ വിചാരിച്ചിരുന്നത് ഗാരയുടെ അങ്കിളായിട്ടുള്ള യാഷമാറു മാത്രമേ അവനെ ലവ് ചെയ്തിട്ട് ഉള്ളൂ എന്ന്. ബട്ട് അവനപ്പോൾ പറയുകയാണ്, റാസ നിന്നെ കൊല്ലുവാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിൻ്റെ അമ്മ നിന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല, നീ എപ്പോഴും ഒരു ബേർഡൻ ആയിരുന്നെന്ന്.
എന്നിട്ടൊരു സൂയിസൈഡ് അറ്റംപ്റ്റിന് തന്നെ പോവുകയാണ്. എന്നതാണേലും നമ്മുടെ ഗാരയുടെ സോളിനെ ഇത് നല്ല രീതിയിൽ ബാധിച്ചു. അപ്പോഴാണ് അവൻ്റെ പുതിയൊരു ഐഡിയോളജി തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. ഗാര ഓഫ് ദി സാൻഡ്, ദ മോൺസ്റ്റർ ഹൂ ലവ്ഡ് ഓൺലി ഹിംസെൽഫ്. തന്നെ താനെയുള്ള സ്നേഹം മാത്രം മതി എന്നുള്ള ഒരു മീനിങ് ആക്കി ലവിനെ തന്നെ ഒന്ന് തിരിച്ചു വിട്ടു. സോ ഇങ്ങനെയുള്ള ഒരു ഗാരേനെയാണ് നാറൂട്ടോയുടെ പാർട്ട് 1 നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരു ബ്ലഡ് തേഴ്സ്റ്റി മോൺസ്റ്റർ ആയിട്ടുള്ളത്. ഇത് നമുക്ക് ചുനീൻ എക്സാമിൻ്റെ സമയത്ത് വ്യക്തമായി പ്രകടമാകുന്നുണ്ട്. ഒരു ഇമോഷൻലെസ് ആയിട്ടുള്ള, സാഡിസ്റ്റിക് ആയിട്ടുള്ള, കാമാണ് പക്ഷേ ടെറിഫയിങ് ആണ്. അതേപോലെ തന്നെ സ്ലൈറ്റസ്റ്റ് ത്രെട്ട് എന്ന് പോലും ട്രിഗറാവും, പെട്ടെന്ന് തന്നെ ട്രിഗറാവും. പിന്നെ എപ്പോഴും കില്ലിങ്ങിലേക്കുള്ള ഒരു ഒബ്സഷനും നമ്മുടെ ഗാരയ്ക്കുണ്ട്. ആ ഒരു ടൈമിൽ ഗാരയുടെ പവർ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് സാൻഡ് ഷീൽഡ്, മദേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ, പിന്നെ സാൻഡ് കൊഫിൻ എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്ക് വിക്ടിംസിനെ ക്രഷ് ചെയ്യാൻ ഇത് സഹായിക്കും. പിന്നെ സാൻഡ് ബറിയൽ, അബ്സല്യൂട്ട് ഡിഫെൻസീവ് ഷീൽഡ്, ഷുക്കാക്കുവിൻ്റെ പാർഷ്യൽ മാനിഫെസ്റ്റേഷൻ, അതേപോലെ തന്നെ ഫുൾ ഷുക്കാക്കു ട്രാൻസ്ഫോർമേഷൻ. അത് നമുക്ക് ലീ, സാസ്കെ, നാറൂട്ടോ ഫൈറ്റ്സിലൊക്കെ കാണുവാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇൻസെയിൻ ഡ്യൂറബിലിറ്റിയും സ്ലീപ്പ് ഡിപ്രിവേഷൻ ഡ്യൂ ടു ഷുക്കാക്കു എന്ന് പറയുന്ന ഒരു അവസ്ഥ അതൊരു പവറായിട്ട് കൂട്ടുന്നില്ല. ബട്ട് സ്റ്റിൽ ഹി വാസ് എ മോൺസ്റ്റർ അറ്റ് ദാറ്റ് ടൈം എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇത്രയൊക്കെയായിരുന്നു പാർട്ട് 1 നമുക്ക് ഗാരയിൽ ആ ഒരു വൺ ടൈൽഡ് ജിഞ്ചുറുക്കി അല്ലെങ്കിൽ വൺ ടൈൽഡ് ബീസ്റ്റിൻ്റെ പവറിനെ കാണിക്കാൻ വേണ്ടി ആയിരിക്കാം എഴുത്തുകാരൻ നമ്മളെ ഗാരനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കാരണം 9 ടൈൽഡ് ബീസ്റ്റ് ആണല്ലോ നാറൂട്ടോയുടെ ഉള്ളിലിരിക്കുന്നത്. സോ ഇങ്ങനെയൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത്. 1 ടൈൽഡ് ബീസ്റ്റ് ഇങ്ങനെയാണെങ്കിൽ 9 ടൈൽഡ് ബീസ്റ്റ് എന്തായിരിക്കും എന്നുള്ള രീതിയിൽ. സോ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്താണ് പാർട്ട് 1 ഗാരനെ നമുക്കൊരു കംപ്ലീറ്റ് പിക്ചർ കിട്ടുന്നത്. പിന്നെയാണ് നമ്മുടെ നാറൂട്ടോ എഫക്റ്റ് വരുന്നത്, ഗാരയുടെ റിഡംഷൻ. യെസ്, നാറൂട്ടോ കൺഫേം ചെയ്യുന്നുണ്ട്, അത് എല്ലാത്തിനെയും തന്നെ മാറ്റി. നാറൂട്ടോയുടെ ഏറ്റവും വലിയ മെസ്സേജ് ഉണ്ടല്ലോ, ഐ വാസ് ജസ്റ്റ് ലൈക്ക് യു, ഐ ഫൗണ്ട് പീപ്പിൾ ടു പ്രൊട്ടക്ട്, യു ക്യാൻ ടു. ആ ഒരു ഫസ്റ്റ് ടൈമാണ് ഗാര അണ്ടർസ്റ്റാൻഡ് ചെയ്തത്. ലവ് എന്ന് പറയുന്നത് താൻ വിചാരിച്ചതുപോലെയല്ല, വേറൊരു രീതിയിലാണ്. ബോണ്ടിങ് മാറ്ററാണ്. അതേപോലെ തന്നെ അവൻ്റെ ശക്തി അവൻ ബാക്കിയുള്ളവരെ നശിപ്പിക്കുവാനല്ല, പ്രൊട്ടക്റ്റ് ചെയ്യുവാനാണ് നോക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയോളജി അവൻ കിട്ടി. ഈ സത്യം പറഞ്ഞാൽ കംപ്ലീറ്റ്ലി റീറൂട്ട് ചെയ്തു അവൻ്റെ ഡെസ്റ്റിനിയെ തന്നെ. അത് കഴിഞ്ഞ് നമുക്ക് ഗാരനെ കാണാൻ പറ്റുന്നത് ഷിപ്പുദീനിലാണ്. ദ കസേകാഗെ ഓഫ് പീസ് എന്ന് തന്നെ പറയാം. ഏറ്റവും പ്രായം കുറഞ്ഞ കസേകാഗെ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് ഈ ഗാര. ഗാര ബിക്കംസ് ദ 5th കസേകാഗെ ഓഫ് ദി യങ്ങസ്റ്റ് ഇൻ ഹിസ്റ്ററി എന്നാണ് നാറൂട്ടോ ഡേറ്റ ബുക്ക് അടിവരയിട്ട് പറയുന്നത്. ഇനി നമുക്ക് ലീഡർഷിപ്പിൻ്റെ കാര്യം നോക്കിയാലോ. കാമാണ്, സ്ട്രാറ്റജിക് മൈൻഡ് ഉണ്ട്, ഇമ്മൻസ് ആയിട്ടുള്ള മെച്യൂരിറ്റി കസേകാഗെ എന്ന രീതിയിൽ നമ്മുടെ ഗാരയ്ക്കുണ്ട്, കമ്പാഷൻ ഉണ്ട്. അതുപോലെ തന്നെ അവൻ തന്നെ അവൻ്റെ വില്ലേജിനെ രക്ഷിക്കുവാൻ തന്നെ എത്ര തവണ റിസ്ക് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാവുന്നതാണ്. എസ്പെഷ്യലി നാറൂട്ടോയുടെ 2ാമത്തെ മൂവി ആയിട്ടുള്ള ഗലീലിൻ്റെ ടൈമിലും നമുക്കത് കാണുവാൻ സാധിക്കുന്നതാണ്. പിന്നെ അവൻ്റെ പവർ അവൻ മനസ്സിലാക്കി കഴിഞ്ഞ് അവൻ മാക്സിമം വാർ തന്നെ റിജക്റ്റ് ചെയ്യുവാൻ നോക്കുന്നുണ്ട്. എന്തിനാണ് അൺനെസസറി ആയിട്ടുള്ള ഒരു വാർ എന്നുള്ള രീതിയിൽ. അതേപോലെ തന്നെ സാൻഡിനെയും ലീഫിനെയും യൂണിഫൈ ചെയ്യുവാനും ഗാരയുടെ പ്രസൻസ് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അക്കാറ്റ്സുക്കിയുടെ അറ്റാക്കും ഗാരയുടെ മരണവും ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഗാരയുടെ ഉള്ളിലെ ആ ഷുക്കാക്കനെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി അക്കാറ്റ്സുക്കി ദൈതരനെ വെച്ചിട്ട് നമ്മുടെ ഗാരനെ കൊല്ലുവാൻ ശ്രമിക്കുന്നുണ്ട്. ഇവൻച്വലി നമ്മുടെ ഗാരനെ മരിച്ചെന്ന് തന്നെ പറയാം. ബട്ട് സ്റ്റിൽ നമുക്കറിയാം അവൻ്റെ റിഡംഷനും കാര്യങ്ങളും എല്ലാം. എന്നിരുന്നാലും ആ ഒരു ടൈമിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, എൻറ്റയർ വില്ലേജ് പോലും ഗാരയുടെ ലൈഫിന് വേണ്ടി റിസ്ക് ചെയ്യുവാൻ, അവന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം ഷിപ്പുദീൻ ടൈമിൽ ഗാര എത്രമാത്രം ഇൻറ്റിമേറ്റ് ആയിരുന്നു അവൻ്റെ ജനതയായിട്ടെന്ന്. അതേപോലെ തന്നെ ചിയോ നമുക്കറിയാം അവസാനം ഗാരനെ റിസറക്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നൊരു ഡയലോഗും കൂടിയുണ്ട്, ദ ഫ്യൂച്ചർ ഓഫ് ദിസ് വേൾഡ് ബിലോങ്സ് ടു ചിൽഡ്രൻസ് ലൈക്ക് ഗാര എന്ന് തന്നെ പറയാം. സോ ഇത് സത്യം പറഞ്ഞാൽ ഗാരയുടെ ഒരു 2ാം ജന്മം എന്ന് തന്നെ പറയാം, പുനർജന്മം എന്ന് തന്നെ പറയാം. ഇത്തവണ വെപ്പണായിട്ടല്ല, ബട്ട് ആസ് എ ഹീറോ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമുക്ക് ഗാരനെ 4th ഗ്രേഡ് നിഞ്ച വാറിൻ്റെ ടൈമിലാണ് നാറൂട്ടോ ആർക്ക് അല്ലെങ്കിൽ നാറൂട്ടോയുടെ സ്റ്റോറി മെയിൻലി കോമ്പൈൻ ചെയ്യുന്നത്. എടുത്തു പറയുകയാണെങ്കിൽ എൻറ്റയർ അലൈഡ് ഷിനോബി ഫോഴ്സിൻ്റെ 4th ഡിവിഷൻ്റെ കമാൻഡറായിട്ട് ഗാരയാണ് മാറുന്നത്. അവൻ്റെ ആ ഒരു ഹ്യൂജ് എൻഡോഴ്സ്മെൻറ്റും ലീഡർഷിപ്പൊക്കെ നമുക്ക് കാണാവുന്നത് തന്നെയാണ്. റിവൈവ്ഡ് കാഗമാരെ എതിരായിട്ടുള്ള ഫൈറ്റ്, അതേപോലെ തന്നെ റാസയായിട്ടുള്ള പാസിഫൈങ് സീൻസ്, അതേപോലെ തന്നെ കറൂറ ലൗഡ് ഹിം എന്നുള്ള ആ ഒരു സാധനം പ്രൂവ് ചെയ്യുന്നതും, പിന്നെ നമ്മുടെ ഒരു 1.5 സ്പീച്ച് ഉണ്ടല്ലോ നമ്മുടെ ഗാരയുടെ, അവരെ യൂണിഫൈ ചെയ്യുന്ന നമ്മുടെ ആ ഉള്ള ആർമീനെ എല്ലാം, ഇതെല്ലാം തന്നെ അവൻ്റെ ഒരു ലീഡർഷിപ്പ് മെൻറ്റാലിറ്റിനെ കാണിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി മാതൃയായിട്ട് നോക്കുകയാണെങ്കിൽ ഗാര എഗെയിൻസ്റ്റ് മാതൃ സംഭവിച്ചിട്ടുണ്ട്. അത് ന്യൂമറസ് അലയായിട്ടാണെങ്കിൽ കൂടി ഇൻക്രെഡിബിൾ ആയിട്ടുള്ള സാൻഡ് മാനിപ്പുലേഷൻ വെച്ചിട്ടും ഷുക്കാക്കു ഇല്ലാങ്ങിട്ട് കൂടിയും നമ്മുടെ മാതൃയായിട്ട് പിടിച്ചു നിൽക്കാൻ ഒരു പരിധി വരെ ഗാരയ്ക്ക് സാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം.
സോ ഇനി ആ കഥയുടെ കാര്യങ്ങൾ മാറ്റി നിർത്തി ഗാരയുടെ ഫുൾ പവർ സെറ്റ് ഒന്ന് കംപ്ലീറ്റ് രീതിയിൽ പറയുകയാണെങ്കിൽ ബേസ് എബിലിറ്റീസ് നമുക്ക് നോക്കാം. എക്സ്ട്രോർഡിനറി ആയിട്ടുള്ള ചക്ര കൺട്രോൾ ഉണ്ട്, സാൻഡ് സെൻസിങ് ഉണ്ട്, സാൻഡ് മാനിപ്പുലേഷൻ ഉണ്ട്, സാൻഡ് ക്ലോൺ ഉണ്ട്, സാൻഡ് ബൈൻഡിങ് ഉണ്ട്, സാൻഡ് ആർമർ ഉണ്ട്, സാൻഡ് ബുള്ളറ്റ് ഉണ്ട്. ഇനി സിഗ്നേച്ചർ ആയിട്ടുള്ള ജുറ്റ്സുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് സാൻഡ് കോഫിൻ, സാൻഡ് ബറിയൽ, അബ്സല്യൂട്ട് ഡിഫൻസ്, ഷീൽഡ് ഓഫ് ഷുക്കാക്കു എന്ന് പറയുന്ന സാധനം. പിന്നെ തേർഡായി ക്യുക്ക് സാൻഡ് വാട്ടർ ഫ്ലോ, ഗ്രേറ്റ് സാൻഡ് മസൂലിയം, പിന്നെ സാൻഡ് സുനാമി, സാൻഡ് സ്റ്റോം ഡിവാസ്റ്റേഷൻ ഒക്കെയാണ് സിഗ്നേച്ചർ ആയിട്ടുള്ള ജുറ്റ്സുകൾ നമ്മുടെ ഈ പറയുന്ന ഗാര ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഷുക്കാക്കു ഇല്ലാതെ, ഷുക്കാക്കു പോയി കഴിഞ്ഞും ഗാരയുടെ പവർ റിമൈൻഡ് ഓവർവെൽമിങ് തന്നെയാണ്. ഇനി ടാലൻ്റ് ഉണ്ട്, കറുറായുടെ ചക്ര, അവൻ്റെ ആ ഒരു ഓട്ടോമേറ്റഡ് ഷീൽഡ് ഉണ്ട്, കസേക്കാക്കിയ ട്രെയിനിങ് ഉണ്ട്, മാസ്റ്ററി ഓവർ സാൻഡ് അന്യായം തന്നെയാണ്. ഇനി ഷുക്കാക്കും കൂടെ കൂടുമ്പം, അതായത് എക്സ്ട്രാക്ഷന് മുമ്പ് പാർഷ്യൽ ട്രാൻസ്ഫോർമേഷനും ഫുൾ ബീസ്റ്റ് ട്രാൻസ്ഫോർമേഷനും എൻഹാൻസ്ഡ് സാൻഡ് ഡ്യൂറബിലിറ്റിയും ചക്ര ബൂസ്റ്റും എല്ലാവരും എൻഹാൻസ്ഡ് വേർഷൻ തന്നെ ഒന്ന് കൂട്ടിക്കും. ഇനിയിപ്പം ഗാരയുടെ പേഴ്സണാലിറ്റിയും സൈക്കോളജിയും നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ, ആദ്യത്തെ ഗാരനെ വെച്ച് പറയുകയാണെങ്കിൽ ഇമോഷണലി സ്റ്റാർവ്ഡ് ആയിരുന്നു, ഒരു പാരനോയിഡ് ആയിട്ടുള്ള, സെൽഫായിട്ട് ഭയങ്കരമായിട്ട് ഒബ്സസ്ഡ് ആയിട്ടുള്ള, ലവിനെ മിസ്അണ്ടർസ്റ്റുഡ് ചെയ്തൊരു ഗാരനെയാണ് ആദ്യം കാണുന്നത്. എന്നാൽ ഷിപ്പുദനിലേക്ക് വരുമ്പോൾ കാം, ജെൻറ്റിൽ, വൈസ്, എംപത്തറ്റിക്, ഫോർഗീവിങ്, പീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മെച്യൂർ ലീഡറിനെയാണ് നമുക്ക് ഗാരയിൽ ഷിപ്പുദനിൽ കാണാൻ പറ്റുന്നത്. ഇനി മെയിനായിട്ടുള്ള റിലേഷൻഷിപ്സ് നോക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നാറൂട്ടോ ഉസുമാക്കി, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബോണ്ട് ഓഫ് ഗാര, അവൻ്റെ സേവിയർ അല്ലെങ്കിൽ അവൻ്റെ മിറർ, ലൈഫ് ലോങ് ഫ്രണ്ട് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഇനി ടെമാറിയും കാങ്കുറോ, അവൻ്റെ ടീംമേറ്റ്സ് ആയിട്ടുള്ള ടെമാറിയും കാങ്കുറോനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾഡർ സിബ്ലിങ്സിനെ പോലെ തന്നെയാണ്. അവസാനം നമുക്ക് ഷിപ്പുദൻ്റെ ടൈമൊക്കെ ആകുമ്പോൾ അവരുടെ ബോണ്ടിങ് ശരിക്കും കാണാൻ പറ്റുന്നതാണ്. ആദ്യം ഇവർക്ക് ഭയങ്കര പേടിയായിരുന്നു, ബട്ട് സ്റ്റിൽ അവസാനം ഒരു സിബ്ലിങ്സ് രീതിയിൽ തന്നെ ആവുന്നുണ്ട്. ഇനി ഫാദർ ആയിട്ടുള്ള റാസനെ പറ്റി നോക്കുകയാണെങ്കിൽ കോംപ്ലിക്കേറ്റഡ് റിലേഷൻഷിപ്പാണ്, ബട്ട് ഇവൻച്വലി ഫോർഗീവൻ ചെയ്യുന്നുണ്ട്. ഷുക്കാക്കുമായിട്ട് നോക്കുകയാണെങ്കിൽ എപ്പോഴും കോൺഫ്ലിക്റ്റ് ആയിരുന്നു, ബട്ട് അത് കഴിഞ്ഞ് മ്യൂച്വൽ റെസ്പെക്റ്റ് ആയി അവസാനം ഒരു അലൈഡ് ഫ്രണ്ട്ഷിപ്പ് തന്നെ കിട്ടി. ഇനിയിപ്പോൾ അലൈഡ് ഷിനോബി ഫോഴ്സുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ ഒരു റെസ്പെക്റ്റഡ് ബിലവഡ് ഫിഗർ ആയിട്ട് നമുക്ക് ഗാരനെ കാണുവാൻ സാധിക്കും. ഇനി ഗാരയുടെ ലെഗസി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു എനോറമസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഏറ്റവും യങ്ങസ്റ്റ് കസേകാഗെ ഇൻ ഹിസ്റ്ററി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതേപോലെ തന്നെ സുനഗാക്കുറയുടെയും കൊണോഹയുടെയും ഒരു പീസ് മേക്കർ, ഷിനോബി അലയൻസിൻ്റെ കമാൻഡർ, സിംബൽ ഓഫ് റിഡംഷൻ, പ്രൂഫ് ദാറ്റ് ഹേറ്റഡ് ക്യാൻ ഹീൽ എന്നൊക്കെ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് ഇതിൻ്റെ അകത്ത് പറയുവാൻ സാധിക്കും. അതേപോലെ തന്നെ എൻ്റെ പേഴ്സണൽ പെർസ്പെക്റ്റീവ് ഇതിൽ ദി ബെസ്റ്റ് റിട്ടേൺ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻസ് ഇൻ നറൂട്ടോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ക്യാരക്ടർ ഈ ഗാര തന്നെയായിരിക്കും നല്ല രീതിയിൽ. ബട്ട് ഒരു തരത്തിൽ ഒരു ഫാൻസ് നെർഫ് ചെയ്തെന്നും പറയുന്നുണ്ട്. ഗാര ഒരു ബിഗ് തിങ് ആയിട്ട് യെസ് അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, ബട്ട് സ്റ്റിൽ ഒരു വെൽ റിട്ടേൺ ക്യാരക്ടർ തന്നെയാണ് ഈ ഗാര. മോർ ഓഫ് കുറേ കാര്യങ്ങളും കൂടി കാണാമായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ സാൻഡിലെ ഗാരയാണെങ്കിൽ ഒരു വെപ്പണായി ജനിച്ചു, ഫിയറിൽ റേസ് ചെയ്യപ്പെട്ടു, ഏറ്റവും ഇഷ്ടപ്പെട്ട ആളിനാൽ ബിട്രൈ ചെയ്യപ്പെട്ട് ഒരു നല്ലൊരു മാൺസ്റ്ററായി മാറി. അത് കഴിഞ്ഞ് നാറൂട്ടോയിലൂടെ പുതിയൊരു വഴി കണ്ടുപിടിച്ചു, പ്രൊട്ടക്ടറായി, ലീഡറായി, ഏറ്റവും റെസ്പെക്റ്റഡ് ആയിപ്പെടുന്ന ഒരു വൺ ഓഫ് ദി ഷിനോബി ഇൻ ദ വേൾഡ് തന്നെയായി മാറി. സോ ഇത്രയൊക്കെയാണ് നമുക്ക് നാറൂട്ടോ ആനിമയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളും നാറൂട്ടോയുടെ ഡേറ്റാ ബുക്കിൽ നിന്ന് വിവരിച്ച വിവരങ്ങളും വെച്ച് ഞാൻ പറഞ്ഞത്. ഇതിൽ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഡൗൺ ബിലോ നമുക്ക് പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. സോ അടുത്തൊരു നാറൂട്ടോ റിലേറ്റഡ് ക്യാരക്ടറായി വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ ഗൈസ്.